നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ദുരന്തം വഴിമാറി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചു. ജിദ്ദയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറക്കിയത്. ബിന്നിലുണ്ട് വിശദാംശങ്ങളുമായി. ബിന്നിൽ, എന്താണ് സംഭവിച്ചത്? രാവിലെ 9:07 അടിയന്തര ലാൻഡിംഗ് നെടുമ്പാശ്ശേരിയിൽ നടന്നിരിക്കുന്നത്. ഈ അടിയന്തര ലാൻഡിംഗുമായി സിയാൽ അധികൃതർ അറിയിക്കുന്നത് 160 യാത്രക്കാരുമായി ജിദ്ദയിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ്. അത് സാങ്കേതിക തകരാറുകളെ തുടർന്നാണ് അത് കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. കൊച്ചിയിൽ 9:07 ഇത് അടിയന്തര ലാൻഡിംഗ് നടത്തി. ഇതിന്റെ ഗിയറുകളും അതോടൊപ്പം തന്നെ ടയറുകളും ഫെയിലിയർ ആയിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതായത് ടയർ പൊട്ടിത്തെറിച്ചു എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയും. ഈ എയർക്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത് 160 യാത്രക്കാരാണ്. പക്ഷേ ആർക്കും പരിക്കുകളില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ആർക്കും പരിക്കുകളില്ല. എമർജൻസി ലാൻഡിംഗ് കൃത്യമായി നടത്തി. അടിയന്തര ലാൻഡിങ്ങിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. മറ്റൊരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. റൺവേ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റൺവേ ക്ലിയർഡ് ആൻഡ് റിലീസ്ഡ് ഫോർ ഓപ്പറേഷൻസ്, അതായത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ആ റൺവേ വീണ്ടും ഈ ഓപ്പറേഷൻസിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ റൺവേയിൽ നിന്ന് ആ വിമാനം മാറ്റിയിരിക്കുന്നു എന്നതാണ് സിയാലിന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഒരു അടിയന്തര ലാൻഡിംഗ് നെടുമ്പാശ്ശേരിയിൽ വേണ്ടി വന്നിരിക്കുന്നു. അതിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം 160 യാത്രക്കാരും സുരക്ഷിതരാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഇല്ല എന്നതാണ് ഇപ്പോൾ സിയാൽ അധികൃതർ വാർത്താക്കുറിപ്പിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ജിദ്ദയിൽ നിന്ന് രാവിലെ കോഴിക്കോട് ഇറങ്ങേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമായിരുന്നു ഈ കൊച്ചിയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിന് ഇതിന് സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്, സാങ്കേതിക തകരാറുകൾ എന്ന് പറയുന്നത് ഗിയറിനും അതോടൊപ്പം തന്നെ ടയറിനുമാണ് സാങ്കേതിക തകരാറുണ്ടായത് എന്നതാണ് വ്യക്തമാകുന്നത്. അതേ തുടർന്ന് കോഴിക്കോട് ഇറങ്ങേണ്ട വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിടുകയും ഇവിടെ അടിയന്തര ലാൻഡിങ്ങിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയാണ്. എപ്പോഴും പറന്നു വരിക, പ്രവർത്തിക്കുക, അതിനിടെ ഈ സാങ്കേതിക തകരാർ അടിയന്തരമായി ഉണ്ടായതാണോ? അങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? ഈ വിമാനവുമായി ബന്ധപ്പെട്ട് വിമാന കമ്പനിക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടോ? മോത്തി, ഇത് സംബന്ധിച്ച എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ആ ജിദ്ദയിൽ നിന്ന് ആ വിമാനം പറന്നു വരുമ്പോൾ അതിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം കൃത്യമായ സുരക്ഷാ പ്രോട്ടോക്കോളുകളൊക്കെ പാലിച്ച ശേഷമായിരിക്കും വിമാനം പറന്നുയരുക. അപ്പോൾ പറന്നുയർന്ന ശേഷമാണ് അതിന്റെ ഗിയറുകൾക്കും ടയറിനും സാങ്കേതിക തകരാർ കണ്ടെത്തിയിരിക്കുന്നത് എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഈ അടിയന്തര ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് ഈ ഗിയറിനും അതോടൊപ്പം തന്നെ ടയറിനും ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പൈലറ്റിന് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ഇറങ്ങേണ്ടിയിരുന്ന വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിടുകയും കൊച്ചിയിലാണ് പെട്ടെന്ന് ഇറങ്ങാൻ കഴിയുന്നത്. അങ്ങനെ കൊച്ചിയിൽ ഈ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. എന്തായാലും നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഇതിലെ യാത്രക്കാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നതാണ് ഇപ്പോൾ വിമാനത്താവള അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അവരെ ഈ 160 യാത്രക്കാരെയും സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് പുറത്തെത്തിച്ചിട്ടുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൽ ഈ റൺവേ അടക്കം, അതായത് ഈ അടിയന്തര ലാൻഡിംഗ് നടത്തിയ റൺവേ അടക്കം പിന്നീട് ഓപ്പറേഷൻസിന് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. അതായത് ആ റൺവേ ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ആ റൺവേയിൽ വിമാനമില്ല, വിമാനം കൃത്യമായി ബേയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ അതിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ച അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ സാങ്കേതികമായ കാര്യങ്ങൾ ഇനിയായിരിക്കും ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അതോടൊപ്പം തന്നെ വിമാന സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ അനുഭവപ്പെട്ടിരുന്നോ, അതോ പൈലറ്റ് അടക്കമുള്ള ക്രൂവിനാണോ ഇത് മനസ്സിലായത്? മോത്തി, നമ്മളിപ്പോൾ ഈ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ക്രൂവിനാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആവശ്യമായ നടപടികൾ എടുത്തത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അടിയന്തര ലാൻഡിംഗ് നടത്തുമ്പോൾ സ്വാഭാവികമായും മറ്റ് അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള അടിയന്തര ലാൻഡിംഗ്. അടിയന്തര ലാൻഡിംഗ് നടത്തുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സിയാലിനും ഏർപ്പെടുത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ ഫയർ എഞ്ചിൻ അടക്കമുള്ള സംവിധാനങ്ങളടക്കം കൊണ്ടുവന്നാണ് ഈ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. അടിയന്തര ലാൻഡിംഗ് നടത്തിയപ്പോൾ അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നും അവർക്ക് പരിക്കുകളില്ല എന്നുമാണ് ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ യാത്രക്കാരെല്ലാം ഈ വിമാനത്തിൽ നിന്ന് സുരക്ഷിതരായി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ശരി, ബിന്നിലാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജിദ്ദയിൽ നിന്നും കോഴിക്കോടേക്കുള്ള വിമാനത്തിലാണ് ഇത്തരത്തിലൊരു അടിയന്തര ലാൻഡിംഗ് ആവശ്യമായി വന്നത്. തുടർന്ന് കൊച്ചിയിൽ ഇറക്കുകയായിരുന്നു. 160 യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എയർപോർട്ട് അതോറിറ്റി നൽകിയിട്ടുള്ള കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടയറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അത് സംബന്ധിച്ച പൈലറ്റിനും ക്രൂവിനുമാണ് ഈ വിവരം മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് തോന്നുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ആഘാതങ്ങൾ ഉണ്ടായോ, അവർക്കിത് മനസ്സിലായിരുന്നോ, എന്തെങ്കിലും തരത്തിൽ തകരാറുണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ ഇനി നമുക്ക് യാത്രക്കാരുമായി ബന്ധപ്പെട്ട് ചോദിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം. ഇതിന്റെ ടയറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. വലിയ അപകട സാധ്യതയുണ്ട് ഇത്തരത്തിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുമ്പോൾ ടയറുകൾ പൊട്ടിത്തെറിച്ച സാഹചര്യത്തിൽ കൂടി. അതുകൊണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഉണ്ടാക്കിയ ശേഷമാണ് വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. ബിന്നിലാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. വലിയൊരു ദുരന്തമാണ് ഒഴിവായി പോയത് അല്ലേ? വലിയ ആശ്വാസം തോന്നുന്നുണ്ട്. ബിന്നിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.